ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു സത്യത്തിലുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം നമ്മളിപ്പോൾ ഒരുപാട് വെയിറ്റ് ഉള്ള അല്ലെങ്കിൽ ഇപ്പോൾ ഒബീസ് ആയിട്ടുള്ള ആൾക്കാർ ഒരു 170-175 സെന്റിമീറ്റർ പൊക്കവും ഒരു 120 കിലോ വെയിറ്റും ഒക്കെ ഉള്ള ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബീസാണ്. അത് ഒരു എക്സാമ്പിൾ പറഞ്ഞേ ഉള്ളൂ. നമ്മുടെ ഉയരത്തിന് ആനുപാതികമല്ലാതെ വെയിറ്റ് കൂടുതലുള്ള എല്ലാവരെയും നമ്മൾ എക്സസീവ് ആയിട്ട് അല്ലെങ്കിൽ ഒബീസ് ആയിട്ടുള്ള വെയിറ്റ് ഉള്ള ആൾക്കാർ എന്ന് തന്നെയാണ് പറയുന്നത്. അങ്ങനെയുള്ള ആൾക്കാർ ഇപ്പോൾ പെട്ടെന്ന് വണ്ണം കുറയ്ക്കുന്നതിന്റെ ഭാഗമായിട്ട് ഒരു ദിവസം പെട്ടെന്ന് ജിമ്മിൽ ഹെവി വർക്കൗട്ടുകൾ ചെയ്യുക, അല്ലെങ്കിൽ നടത്തം ഒരുപാട് നടക്കുക, അല്ല എന്നുണ്ടെങ്കിൽ ഓട്ടം, അങ്ങനെ ഒരുപാട് വർക്കൗട്ട് ചെയ്ത് പെട്ടെന്ന് തന്നെ വണ്ണം കുറയ്ക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ അവരുടെ ശരീരത്തിൽ കൊഴുപ്പൊക്കെ ഇളകുന്നതിൻ്റെ കൂടെ തന്നെ ജോയിൻസും പതുക്കെ പതുക്കെ അൺഫിറ്റ് ആവാൻ തുടങ്ങും. അതെന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വെയിറ്റിന് നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു കുമ്പളങ്ങ വളരുന്നത് മുതൽ ആ ചെടിയുടെ തണ്ടിൽ അതിങ്ങനെ മുട്ടിടുന്നത് മുതൽ അതുമ്മയാണ് വളർന്നു വന്നിരിക്കുന്നത്. അതിനൊരു 10 കിലോ ആയാലും 20 കിലോ ആയാലും 30 കിലോ ആയാലും അതിൽ തന്നെ തൂങ്ങിക്കിടന്നോളും. ഒറ്റ തവണ അതൊന്ന് കട്ട് ചെയ്തെടുത്ത് നോക്കി, പിന്നെ എത്ര കിലോ വെച്ച് ഒട്ടിക്കാൻ നോക്കിയാലും ആ വള്ളിയിൽ അത് നിൽക്കില്ല. അപ്പം നമ്മൾ മുറിച്ചെടുക്കുന്നത് വരെ ആ വള്ളിയിൽ തന്നെ നിന്നിരുന്നത്, പിന്നെ അത് ഒട്ടില്ല, എപ്പോഴും തൂങ്ങി തന്നെ നിൽക്കുള്ളൂ. അതുപോലെ തന്നെയാണ് നമ്മുടെ ആ ഒരു വെയിറ്റ് കൂടി നമുക്ക് ഈ ഒരു എന്താ പറയുക ജോയിൻസിലടക്കം ഫാറ്റ് ഇങ്ങനെ കൂടി നിൽക്കുമ്പോൾ നമ്മൾ അതിനെ കളയാൻ വേണ്ടി എക്സസ് ആയിട്ട് വർക്കൗട്ട് ചെയ്യുന്നത് നമ്മുടെ ശരീരം സ്വീകരിക്കില്ല. അതിന് പകരം ഉള്ള ജോയിൻസിനെ കൂടി അത് ലൂസാക്കാൻ തുടങ്ങും. അങ്ങനെ ലൂസായി കഴിയുമ്പോൾ നമ്മുടെ കാർട്ടിലേജിന് പ്രശ്നം ഉണ്ടാവുക, ജോയിൻസിൽ പതുക്കെ ഈ ഹെയർലൈൻ ഫ്രാക്ചർ പോലെയുള്ള പ്രശ്നം, നടക്കുമ്പോൾ പെട്ടെന്ന് വീഴാൻ പോവുക, ബാലൻസ് തെറ്റുക തുടങ്ങിയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കാണിക്കും. അപ്പം എന്തുകൊണ്ടും നമ്മൾ ആദ്യമേ തന്നെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡയറ്റ് പ്ലാൻ സെറ്റ് ചെയ്ത് എന്തൊക്കെ ഭക്ഷണം കഴിക്കണം അല്ലെങ്കിൽ എന്തൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യണം എന്ന് തീരുമാനിച്ച്, എല്ലായ്പ്പോഴും നടത്തം മാത്രമല്ല ഒരു എന്താ പറയുക ഒരു നോർമൽ എക്സസൈസ് അല്ലെങ്കിൽ വണ്ണമുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് എക്സസൈസ് എന്ന് പറയുന്നത്. ചിലർക്കത് സ്വിമ്മിങ് ആയിരിക്കാം, ചിലർക്ക് ഇരുന്നിട്ട് ചെയ്യേണ്ട എക്സസൈസുകളായിരിക്കും. അപ്പം നമ്മുടെ ഒരു അവസ്ഥ വച്ചിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഒരു ഡോക്ടറുടെ അടുത്തോ അല്ലെങ്കിൽ ഇപ്പോൾ വെയിറ്റ് ലോസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു കൺസൾട്ടൻറ്റിൻ്റെ അടുത്തോ ഒരു കൺസൾട്ടേഷൻ നടത്തിയതിന് ശേഷം മാത്രമേ നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യാവുള്ളൂ. അല്ലെങ്കിൽ നേരത്തെ ചോദിച്ചതുപോലെ തന്നെ നമ്മുടെ ജോയിൻസ് ഒക്കെ ഇളകുകയും അല്ലെങ്കിൽ കേടുപാടുകൾ സംഭവിക്കുകയൊക്കെ ചെയ്യും. എന്നെ കാണാൻ വരുന്ന ആൾക്കാരുടെ അടുത്ത്, പ്രത്യേകിച്ച് ഈ വെയിറ്റ് ലോസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വരുന്ന ആൾക്കാരുടെ അടുത്ത് ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് നിങ്ങൾ ഒരു നല്ലൊരു ഡയറ്റ് പ്ലാൻ റെഡിയാക്കണം. അതായത് എന്തൊക്കെ കഴിക്കണം, അതുപോലെ തന്നെ എന്തൊക്കെ അവോയ്ഡ് ചെയ്യണം, കൃത്യസമയത്ത് കഴിക്കണം എന്നുള്ളതിനെ ഒന്ന് കൃത്യമായിട്ടൊരു ടൈം ടേബിൾ റെഡിയാക്കി ഒരു ഡയറ്റ് പ്ലാൻ ഉണ്ടാക്കുക. രണ്ടാമതായിട്ട് നിങ്ങളുടെ അവസ്ഥ അനുസരിച്ച് നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള എക്സസൈസ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്വിമ്മിങ്ങോ അല്ലെങ്കിൽ ഇരുന്നു കൊണ്ട് ചെയ്യുന്ന എക്സസൈസോ മൈൽഡ് ആയിട്ടുള്ള വാക്കിങ്ങോ എന്ത് തന്നെയാണെങ്കിലും അത് നിങ്ങളുടെ ആ ഒരു ശാരീരിക അവസ്ഥയ്ക്ക് അനുസരിച്ച് മാത്രം നിങ്ങൾ സെറ്റ് ചെയ്ത് ഡെയിലി ബേസിൽ ചെയ്തു തുടങ്ങുക. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് പലർക്കും നമ്മൾ ഈ പറഞ്ഞ രണ്ട് കാര്യത്തിൻ്റെ ഒപ്പം തന്നെ ഒരു എക്സ്റ്റേണൽ സപ്ലിമെൻറ്റിൻ്റെ ആവശ്യം പലപ്പോഴായിട്ടുണ്ടാവും. അപ്പം എന്നെ കാണാൻ വരുന്ന പേഷ്യൻസിന് ഞാൻ നമ്മുടെ ഹെർബലി ടച്ചിൻ്റെ വെയിറ്റ് ലോസ് കോമ്പിനേഷനിൽ വരുന്ന കൊളസ്ട്രൻറ്റും ഒബാക്കും ഷേപ്പീസ് ഒക്കെയാണ് കൊടുക്കുന്നത്. ഒരു 3 മുതൽ 6 മാസത്തിനുള്ളിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യുകയും നമ്മുടെ സപ്ലിമെൻറ്റ്സ് ഒക്കെ പ്രോപ്പറായിട്ട് എടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ വെയിറ്റ് ഒക്കെ നന്നായിട്ട് കുറയാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരുപാട് ഹെവി ആയിട്ടുള്ള എക്സസൈസുകൾ ചെയ്ത്, പ്രത്യേകിച്ച് ഒബേസ് ആയിട്ടുള്ള ആൾക്കാർ ഹെവി ആയിട്ടുള്ള എക്സസൈസ് ചെയ്ത് സ്വന്തം ശരീരം നശിപ്പിക്കാതെ വളരെ കെയർഫുള്ളായിട്ട് തന്നെ ഈ കാര്യങ്ങളിലൂടെ നമുക്ക് ആരോഗ്യപരമായിട്ട് വണ്ണം കുറച്ച് കൊണ്ടുവരാവുന്നതേ ഉള്ളൂ.